ചേച്ചിട്ട് കാണണമെന്ന് പറഞ്ഞത്? എനിക്ക് പെട്ടെന്ന് പോണം. നാളെ രാവിലെ ഞാൻ വയനാട്ടിലേക്ക് പോവാ. പിന്നെ 10-15 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ശ്രീധരേട്ടൻ ഒറ്റയ്ക്കാണ് പോണത്. സൂക്ഷിക്കണം. കൂടുള്ളവരെ കടവത്ത് കാത്തു നിൽക്കുക. തൃപ്പാഴത്തെ രാഘവ മാഷിന്റെ മോളെ തന്നെ നിനക്ക് വേണോ അല്ലടാ? നിങ്ങൾ പോയിക്കോ, ഞാൻ വന്നോ. ശരി. ബാലേട്ടൻ വന്നു. ആരോടും ഒന്നും സംസാരിക്കാതെ മുറിക്കകത്ത് തനിച്ചിരിക്കുക. കൊല്ലായിരുന്നില്ലേ? എന്തിനാ ബാക്കി വെച്ചത്? കൊല്ലണ്ടി വന്നാ കൊല്ലും. കഴുത്തറ്റം കടമൂടി നിൽക്കുന്ന ഇവിടെ അവശേഷിക്കുന്നത് മാനാഭിമാനം മാത്ര. അതുകൂടി നഷ്ടപ്പെട്ടു തോന്നിയാ കൊല്ലും. അവനെ നിന്നെ കൊല്ലും. എങ്കിൽ ആദ്യം കൊല്ലേണ്ടത് എന്നെ അല്ലടാ, ഈ സ്ത്രീയെ. എന്റെയും നിന്റെയും മൂത്തടത്തിയായ ഇവരെ. കല്യാണവും ജീവിതം വേണ്ടെന്ന് പറഞ്ഞ ഈ തറവാട്ടിൽ ഒരു തയ്യൽ മെഷീനും ചവിട്ടി ജീവിച്ച് തീർക്ക ഇവരാദ്യം കൊല്ല. താഴ്ന്ന ജാതിക്കാരനോടൊപ്പം ഇറങ്ങിപ്പോകുന്നത് മാനക്കേടായിട്ട് തോന്നിയെങ്കിൽ സ്വജാതിന്നൊരു വരണ നീ കൂട്ടിക്കൊണ്ടുവാ. കെട്ടുതലിക്ക് വേണ്ടി കണ്ണു അടച്ച് ഞാൻ നിന്ന് തരാം. വിളിച്ചിറക്കി കൊണ്ടുപോയി രക്ഷപ്പെടുത്താൻ തയ്യാറായിട്ട് ഒരാൾ വന്നപ്പോ അയാൾ ഏത് ജാതിക്കാരനാണെന്ന് ഞാൻ ചോദിച്ചില്ല. അതെനിക്കറിയാൻ വേണ്ട. നമ്മുടെയൊക്കെ മാനാഭിമാനത്തിനേക്കാൾ അവക്ക് വലുത് അവളുടെ ജീവിത. പൊന്നും പണവും കൊടുത്ത് വേളി കഴിച്ചു വിടാൻ ഒരുക്കുവാണെങ്കിൽ അവള് തയ്യാർ. അതിന് ഗതിയില്ലെങ്കിൽ അവളെ അവളുടെ വഴിക്ക് വിട്ടേക്കാൻ. ഉപ്പു സത്യാഗ്രഹത്തിന് കൊടി പിടിച്ച കഥയും കർഷക യൂണിയൻ ഉണ്ടാക്കാൻ അനുഭവിച്ച യാതനയൊന്നും കേട്ട് മനസ്സലിഞ്ഞ് ആരും വന്ന് പെമ്മക്കളെ വേളി കഴിച്ചുകൊണ്ട് പോകാൻ നിൽക്കില്ല. അതിന് പണം വേണം, പണം. അതില്ലാത്തവർക്ക് ചിലപ്പോൾ മാനാഭിമാനം നഷ്ടപ്പെട്ടു എന്നിരിക്കും. ബാലേട്ടൻ എന്തുമാതിരി വർത്താനായി പറയണേ? അമ്മാവൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. കർഷക യൂണിയനെന്നും ആദിവാസി ക്ഷേമമെന്നും ഒക്കെ പറഞ്ഞ് സ്വത്ത് എത്ര അച്ഛൻ നശിപ്പിച്ചിട്ടുള്ളൂ നിനക്കറിയോ? ഇല്ലത്തെ പ്രശ്നങ്ങൾ അച്ഛൻ എന്ന് രണ്ടാമതേ കണ്ടിട്ടുള്ളൂ. ഈ ശ്രീധരന് തന്നെ വീട്ടിൽ അമിത സ്വാതന്ത്ര്യം കൊടുത്തതിന്റെ ഇപ്പോഴീ കാണുന്നത്. ശുഭേടത്തിയുടെ വർത്താനം കേട്ടിട്ട് പേടിയാവണു. ശ്രീധരന്റെ ഒപ്പം ഇറങ്ങിപ്പോണ സംഭവം വല്ലതും ഉണ്ടായിച്ച താഴത്തുള്ള 2 പെൺകുട്ടികളുടെ ജീവിതം അതോടെ തീരും. എന്തിന്? മുറപ്പെണ്ണാണെന്നും പറഞ്ഞുറപ്പിച്ചതാണെന്നും ഒക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്റെ അമ്മാത്തുകാര് പിന്നെ നമ്മുടെ ബന്ധത്തിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഇതിപ്പോ അവരുടെ സമ്മതത്തിന്റെ പേരിലല്ലേ ഇരിക്കണേ. സുമിത്രേ, ഞാനൊരു കാര്യം പറഞ്ഞ നിനക്ക് വിഷമം തോന്നരുത്. എന്റെ വീട്ടിലെ പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ തീർന്നിട്ട് നമ്മുടെ വേളി നടത്താന്ന് വെച്ചാ
അതെന്ന് നടക്കുമെന്ന് എനിക്കൊരു ഊഹമില്ല. നിനക്കൊരു ഡിഗ്രി ഉണ്ട്, അത്യാവശ്യം ഭൂസത്തുണ്ട്. പത്രത്തിലൊരു പരസ്യം കൊടുത്ത് വല്ല നല്ല ബന്ധം ഉണ്ടാക്കി രക്ഷപ്പെടാൻ നോക്ക്. എന്നെയും കാത്തിരുന്ന നീ മൂത്ത് നരക്കേയുള്ളൂ. ബാലേട്ടാ, എപ്പോഴും തമാശ ഇഷ്ടപ്പെട്ടു വരില്ല കേട്ടോ. ഒരു ഉപദേശം. എടി സുമിത്ര, ഞാൻ വെറുതെ പറഞ്ഞാടി. കല്യാണം നോക്ക് ഉടനെ നടത്താന്നേ. ഉടനെ വെച്ചാ വേണം ഇന്ന് തന്നെ. നമസ്കാരം. ഞാൻ പി തൃപ്പൻ നമ്പൂതിരി, ബന്തെടുക്കയിൽ വാളകത്ത് മരയുന്ന. സംശയിക്കണ്ട, നമ്പൂരി തന്നെയാ. എവിടെ സാധനം? ഇപ്പൊ വിശ്വാസമായില്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റിലായി പോയിരുന്നേ ഉള്ളൂ. പി ടി നമ്പൂതിരി എന്ന് പറഞ്ഞ ബന്തെടുക്കാൻ പ്രതിയെടുക്കാൻ ഭാഗങ്ങളിൽ അത്യാവശ്യം അറിയപ്പെടും. കാസർഗോഡ് ഉപ്പളയിൽ തുടങ്ങാൻ പോകുന്ന PTK പ്ലൈവുഡ് ഫാക്ടറിയുടെ MD-യാ. ഫാക്ടറി തുറന്നു തുടങ്ങാനല്ല, ഒരു ടെൻഷനില്ല. ആവാം. ഈ ഗോവിന്ദ മാമ എന്റെ ഒരു അകന്ന ബന്ധുവാ. ബന്ധം പറഞ്ഞു വന്ന സന്ധ്യയാവും തീരാൻ. നമ്മൾ നമ്പൂരി സമുദായക്കാരുടെ ബന്ധവും ബാന്ധവും അങ്ങനെയാണല്ലോ. ഇത് ഇളയ മകൻ ശശാങ്കൻ, +2 വിദ്യാഭ്യാസം കഴിഞ്ഞു നിൽക്കുന്നു. ബിസിനസ്സിലാവട്ടെ ഭാവിന്ന് കരുതി കൂടി അങ്ങനെ കൊണ്ടു നടക്ക. ഇവന്റെ മൂത്തൊരാളുണ്ട്, ഉത്തമൻ, ദുബായിലാ. ഓ, എന്താ നമ്മുടെ നാട്ടിലൊരു ഉഷ്ണം. ഞാൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായിട്ട് തിരുവനന്തപുരത്തായിരുന്നു ഒരു അന്വേഷണത്തിനെ. മകൻ ഒരാൾ അല്ലേ, ബാലചന്ദ്രൻ അടിക, പെൺമക്കൾ 4 ആൾക്കാർ, ആരുടെയും വിവാഹം കഴിഞ്ഞിട്ടില്ല. രാഘവൻ നമ്പൂതിരി കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്ന കാലത്ത് പേരിനൊപ്പം ഉണ്ടായിരുന്ന അടിക എന്ന വാലുപേക്ഷിച്ചു. ഇപ്പോൾ ഈ പ്രാന്തപ്രദേശങ്ങളിൽ മാത്രമാക്കി രാഷ്ട്രീയ പ്രവർത്തനം. ആമേ കറക്റ്റ്? പിന്നെ ആഗമനോദ്ദേശം എന്താണെന്ന് ചോദിച്ചാ പറയാം, വളച്ചു കെട്ടില്ലാതെ പറയാം. ഞങ്ങൾ വാളകത്ത് മനക്കാർക്ക് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റുമായിട്ടൊരു ബന്ധം വേണമെന്ന് നിരൂപിച്ചിട്ട് വർഷം 1-2 ഒടുവിൽ PC ലിസ്റ്റ് തപ്പിയപ്പോഴാ മാഷിന്റെ മകൻ ബാലചന്ദ്രൻ അരിക റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടെന്നും അതിന്റെ കാലാവധി തീരാൻ 3 മാസമേ ഉള്ളൂ എന്നറിഞ്ഞു. പിന്നൊട്ടും വഹിച്ചില്ല. ഹോണ്ടാ സിറ്റി ഭൂന്ന് നേരെ ഇങ്ങോട്ട് വിട്ടു. മാഷ്ക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ, തൃപ്പൻ നമ്പൂതിരി അനന്തരവർക്ക് കല്യാണാലോചനട്ടാ വന്നിരിക്കണേ. അതിന് ഇവിടെ പറഞ്ഞു. അതും ഗോവിന്ദമാവ് പറഞ്ഞു, മുട്ടുവിൻ തുറക്കപ്പെടും, തുറന്നില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക എന്നാണല്ലോ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. ഭഗവത്ഗീതയിലോ? ഇതാണ് നമ്മൾ ബ്രാഹ്മണ സമുദായക്കാര് പ്രാക്ടിക്കൽ അല്ലാന്ന് ഞാൻ പറയണത്. സമുദായത്തിനും കുടുംബത്തിനും നല്ലതിനായിട്ടുള്ള കാര്യമാണെങ്കിൽ ഭഗവത്ഗീതയും ചെറിയ കറക്ഷനൊക്കെ ആവാം. ഭരണഘടന കാലാകാലങ്ങൾ തീർത്തുന്നു, പിന്നെ ആ ഒരു ഭഗവത്ഗീത. ഞാൻ കാര്യങ്ങളൊക്കെ ഗോവിന്ദ മാമയോട് പറഞ്ഞിട്ടുണ്ട്. ഗോവിന്ദ മാമ അത് നേരവും കാലവും നോക്കി റിപ്പോർട്ട് ചെയ്യും. ആലോചിക്ക പ്രാക്ടിക്കലായിട്ട്. എന്തായാലും നമ്മുടെ ബാലചന്ദ്രൻ അരികയുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 മാസം കൊണ്ട് തീരും. അതിനു മുമ്പ് ഒരു തീരുമാനത്തിലെത്തിയാൽ തൃപ്പാളത്തിലെത്തിനും വാളകത്തും അനക്കും ഒരു ഉടമ്പടി കരാറിൽ ഒപ്പുവെക്കാം. ഈ ഇന്ത്യ അമേരിക്ക ഒപ്പുക്കില്ലേ, അതുപോലെ തന്നെ. സമയക്കുറവ് മൂലം ഞങ്ങൾ ഇറങ്ങുന്നു. തീരുമാനം അനുകൂലമായാൽ നമുക്ക് വീണ്ടും കാണാം. അല്ല, കുടിക്കാൻ? അയ്യോ, ഒന്നും വേണ്ട. കളക്ടറേറ്റും മന്ത്രിയായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് 1:30 മണിക്ക്. ഇബ്രാഹിം കുഞ്ഞി, വ്യവസായം വ്യവസായം. ശുഭ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഓര് തമ്മിൽ അത്രയ്ക്ക് അടുത്തിരിക്കണു. അല്ല, അതിനുള്ള അവസരം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുത്തല്ലേ. സമരവും സത്യാഗ്രഹവും എന്നൊക്കെ പറഞ്ഞ് ജാതിയും മതവും നോക്കാണ്ട് വീട്ടിൽ എവിടെയും കിടാനുള്ള സ്വാതന്ത്ര്യമല്ലേ കൊടുത്തിരുന്നത്. എനിക്ക് മനസ്സിലാവുണ്ട്. ഗോവിന്ദൻ പറഞ്ഞു തന്നെ പിന്നെ ആവർത്തിച്ച് പറയണ്ട. മറ്റു വല്ലതും വെച്ചാ പറയാം. ഇനി എന്താ, സ്വജാതിന്ന് പ്രായോ സമ്പത്തോ ഒന്നും നോക്കണ്ട, ഒരാലോചന കൊണ്ടുവരിക, നല്ല മുഹൂർത്തം നോക്കി വേലി നടത്തുക, അത്ര തന്നെ. നിയമപ്രകാരം ബാലന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ ഇനി 3 മാസം കൂടിയുള്ളൂ. അതിനു മുമ്പ് തൃപ്പൻ നമ്പൂരി അവനെ ഉദ്യോഗക്കാരനാക്കി അയാൾക്ക് ഉപകാരമുള്ള കസേരമേ ഇരുത്താന്നാ പറയണേ. ഗോവിന്ദ എന്ത് വർത്താനായി പറയണ? സുമിത്രയും ബാലനുമായിട്ടുള്ള വേളി അവർ ജനിച്ചപ്പോഴേ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ളതല്ലേ. ഒരു ജോലി കിട്ടാൻ പോണ്ടെന്ന് വെച്ചിട്ട് വാക്ക് മാറ്റ മഹാപാപം. ഇല്ലത്തുണ്ടാകാൻ പോണ മഹാപാപത്തെക്കാൾ വലുതാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? PT നമ്പൂരിനോട് ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നു. ബാലനും അവരുടെ കുട്ടിയായിട്ടുള്ള വേലി കഴിഞ്ഞാൽ
ശുഭേനെ മാനം മര്യാദയ്ക്ക് വേളി കഴിച്ച് വിടാനുള്ള മുതൽ അവർ തരും. കുട്ടിയുടെ പേരിൽ അത്രയ്ക്ക് ഭൂസത്തുണ്ടേ. അയാൾക്ക് വേണ്ട സെക്രട്ടേറിയറ്റിൽ ജോലിയുടെ ഒരു പയ്യനെയാ. എന്തിനാ ഗോവിന്ദ വെറുതെ ദിവാസ്വപ്നം കാണുന്നത്? ഒരു പെൺകുട്ടിയുടെ കണ്ണീര് വീഴ്ത്തിയിട്ട് ഇവിടെ ആർക്കും ഉദ്യോഗം വേണ്ട, വേളിയും നടത്തണ്ട. ഈ കണ്ണീര് വീഴ്ത്തുന്ന കുട്ടി എന്ന് പറയുന്നത് നമുക്ക് അന്യൊന്നും അല്ലല്ലോ. ഈ നിൽക്കുന്ന ഗോമതിയുടെ ഓടപ്പടൊന്നും എന്റെ മോള്. ഇല്ലത്തിനൊരു സൽഗതി വരണത് കാണാൻ ആ കുട്ടി സന്തോഷത്തോടെ സമ്മതിക്കും. ഞാൻ ഈ പറഞ്ഞത് എന്റെ നേട്ടത്തിന് വേണ്ടിയിട്ടല്ലെന്നറിയാലോ. കാലം എത്ര പുരോഗമിച്ചു. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയെന്ന് വരെ ഉണ്ടായി. പക്ഷെ ഒരു അടിക പെൺകുട്ടീനെ ഒരു അധകൃതം തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ പിന്നെ മരിക്കേ നിവൃത്തിയുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒന്നും ഉണ്ടാവില്ല. ഞാൻ നാട്ടിനടുപ്പ് പറഞ്ഞേ ഉള്ളൂ, ക്ഷമിക്കാം. ഗോവിന്ദ, ആ? നാളെ തന്നെ തൃപ്പന്നമ്പൂതിരിയെ പോയി കണ്ടോളൂ. സുമിത്രയെ കൊണ്ട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ഈശ്വരി പ്രസവിച്ചെന്നേ ഉള്ളൂ. ഈ ഒക്കത്തും മുറ്റത്തായിട്ട് വളർന്ന എന്റെ കുട്ടിയാ. ഞാൻ പറഞ്ഞാ കേൾക്കും. വേണാച്ച കാല് പിടിക്കും ഞാൻ.